ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണം സെലിബ്രേഷൻ്റെ പോസ്റ്റർ എഡിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലേന്ന്. അപ്പോൾ സെലിബ്രേഷൻ ഇല്ലെങ്കിൽ പോലും എല്ലാവർക്കും സ്റ്റാറ്റസ് സ്റ്റോറി ഇടാനൊക്കെ ഈ പോസ്റ്ററും വീഡിയോ ഒക്കെ വേണം. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ചാനലിൽ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഇടുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. കാരണം സെലിബ്രേഷൻ ഇല്ലാതെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും വന്ന് ചോദിച്ച സ്ഥിതിക്ക് പിന്നെ അടുത്ത വർഷത്തേക്ക് നമുക്ക് ഈ ഒരു മോഡലൊക്കെ നമുക്ക് എടുത്ത് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ 4 ആപ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. ആദ്യം തന്നെ നിങ്ങൾ പിക്സാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഫുള്ള് കോളേജിൻ്റെ ഒരു പിക്ചറും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം എല്ലാതും പോസ്റ്ററും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു കോളേജിൻ്റെ പിക്ചർ ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ ആഡഡ് ഫോട്ടോയിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇതേപോലത്തെ ഒരു നോയ്സ് ഞാൻ അതിലിപ്പോൾ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ലൈറ്റൺ ആക്കിയിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചൊന്ന് കുറച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ നിങ്ങളുടെ പിക്ചറിനനുസരിച്ച് നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇനി വീണ്ടും നിങ്ങൾ ആ ഒരു ആഡഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇതേപോലത്തെ ഒരു നോയ്സ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലെൻഡിൽ പോയിട്ട് നിങ്ങൾ അതിൻ്റെ ഇതൊന്ന് ലൈറ്റൻ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. ഒക്കെ നിങ്ങൾ ആ ഒരു പിക്ചറിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മാവേലിൻ്റെ പിക്ചർ ആഡ് ആക്കി കൊടുക്കാം. ഞാൻ ഈ പിക്ചറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ അത് കട്ടൗട്ട് ഓപ്ഷനിൽ പോയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നമ്മൾ റിമൂവ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് താഴെ കാണുന്ന സ്റ്റിക്കർ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളൊന്ന് യെല്ലോ ലൈറ്റ് എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ പലരും പല ടൈപ്പിൽ സെർച്ച് ചെയ്യണം കേട്ടോ. പല കളർ ചൂസ് ചെയ്യുമ്പോൾ പോസ്റ്റർ കാണാൻ ഒരു ഭംഗിയുണ്ടാവും. എല്ലാവരും ഒരേ കളറിൽ ചെയ്യാതെ നോക്കുക. അപ്പോൾ ഈ കാണുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ താഴെയായിട്ട് ഇങ്ങനെ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് വീണ്ടും നിങ്ങൾ ആ ഒരു സ്റ്റിക്കർ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ യെല്ലോ റൈസ് ലൈറ്റ് എന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കുറേ ലൈറ്റ്സ് വരും കേട്ടോ. അപ്പോൾ നമുക്കൊരു നമ്മുടെ അതിന് മാച്ചായത് നിങ്ങളതൊന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ ഒരു ലൈറ്റാണ് എടുത്തിട്ടുള്ളത്. എന്തോ ഒരു ഗ്ലിച്ച് പ്രോബ്ലം അവിടെ വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ സൈഡിലുള്ള ആ ഒരു ഓപ്ഷനില്ലേ, ഒരു ബ്ലാക്ക് ബോക്സ്, അതിൽ ആ ലൈറ്റ്സ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ആ മാവേലിയുടെ പിക്ചറിന് താഴെയായിട്ട് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ആ മാവേലിയുടെ ബാക്കിലായിട്ട് ആ ലൈറ്റ്സ് വരും കേട്ടോ. ഇനി നിങ്ങൾ ആഡഡ് ഫോട്ടോയിൽ പോയിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു മറ്റേ ആ ഒരു പോപ്പറില്ലേ, എന്തായാലും പറയാം, എനിക്ക് അതിൻ്റെ പേരറിഞ്ഞൂട കേട്ടോ. അതൊരു പോപ്പോ എന്തോ ഒരു പേരാണല്ലോ, എനിക്ക് അറിഞ്ഞൂടാ സംഭവം. അത് ഇതേപോലെ ആയിട്ട് ഒന്ന് സൂം ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ സൈഡിലുള്ള ബോക്സ് എടുത്തിട്ട് ആ ഒരു പിക്ചർ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ മാവേലിയുടെ താഴെയിട്ട് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ആ മാവേലിയുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഈ ഒരു സെറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഇറേസർ ബാർ വെച്ചിട്ട് ഈ വലിയ ആ സംഭവങ്ങളൊക്കെ ഒന്ന് മായിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ പിക്സാർട്ടിലുള്ള എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് സേവ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് സൈസ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി അതിൻ്റെ സൈസ് നമുക്കത് അറിയില്ലെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു പിക്സാർട്ടിൽ കയറിയിട്ട് അതിൻ്റെ ക്രോപ്പിൽ പോയി കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് അതിൻ്റെ സൈസ് കാണാം. എന്നിട്ട് ആ ഒരു സൈസ് നിങ്ങൾ ഇവിടെ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഓക്കെ കൊടുത്തിട്ട് മുകളിലുള്ള ഒരു പ്ലസ് ഐക്കണിൽ പോയിട്ട് ആ ഒരു ഇമേജ് ഇതിലോട്ട് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് ഓപ്ഷനിൽ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ചെയ്യണോ അതൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കോളേജിൻ്റെ നെയിം, ഡേറ്റും കാര്യങ്ങളും, പിന്നെ എന്തെങ്കിലും ഗ്രൂപ്പ് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നെയിം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഫോണ്ടും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുള്ളതും അതിൻ്റെ കളർ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ളതൊക്കെ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് നോക്കി നിങ്ങൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതുള്ളതുകൊണ്ട് ഞാൻ ഇതൊന്ന് സ്പീഡാക്കി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ഒരു ബെല്ലൈക്കണം ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആ ഓൺ ദ സ്പോട്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തത്തുള്ളൂ.
അടുത്തായി നമ്മൾ ഡേറ്റ് ആഡ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് കുറച്ച് സൈസ് കൂട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കളറ് നിങ്ങൾക്ക് ആ ഒരു പിക്ചറിലുള്ള ഏതെങ്കിലും കളർ ചൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ സ്ട്രോക്ക് ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് നമ്മളൊരു 7 ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുക. അപ്പോൾ അതിൽ ഒരുപാട് ഫോണ്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ടാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ സൈഡിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ നേരം പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതൊന്ന് എനാബിൾ ചെയ്യുക. എന്നിട്ട് ആ ഒരു 2 സൈഡിലുള്ള ആ ഒരു ഡോട്ട് കണ്ടില്ലേ, അതിങ്ങനെ വലിച്ചു കൊടുക്കാൻ നേരം ഇതുപോലൊരു ലുക്കിൽ കിട്ടും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ ആ ഒരു ഡേറ്റ് നമ്മൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യാം. അപ്പുറത്ത് മറ്റേ ഒരു ഡോട്ടാണെങ്കിൽ ഇപ്പുറത്ത് ഈ ഒരു സൈഡിലുള്ള ഡോട്ടാണ് വലിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അലൈൻമെൻഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആ ഒരു പ്ലസ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ട്രാൻസ്പെറൻറ്റ് എന്നാക്കി കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ഓപ്ഷനിൽ പോവുക. അതിന് മുന്നേ നിങ്ങൾ കോഡ് FML എന്നുള്ള ആ ഒരു ആപ്പ് എടുത്തിട്ട് ഇതേപോലെ നിങ്ങൾ എന്ത് നെയിമാണോ നിങ്ങൾ ഓണത്തിന് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു നെയിം അവിടെ കോപ്പി ചെയ്യുക. മലയാളത്തിൽ കോപ്പി ചെയ്തിട്ട് ഈ അലൈറ്റ് മോഷനിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ആ ഒരു ഫോണ്ട് ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ അവിടെ മൊത്തം ഇംഗ്ലീഷ് ആയിരിക്കും. മലയാളം ഫോണ്ടിൻ്റെ ലിങ്ക് ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം കേട്ടോ. ഇനി മലയാളം ഫോണ്ട് നമുക്ക് എങ്ങനെ ഇതിൽ ഇമ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു മുകളിൽ കാണാൻ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ഫോണ്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഡൗൺലോഡിൽ മലയാളം ഫോണ്ട് നമുക്ക് കാണാം. അത് നിങ്ങൾ നേരെ ഇതിലിട്ട് മൊത്തത്തിൽ സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇതിലോട്ട് സെലക്ട് ആവും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോണ്ട് അതിന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് ഞാൻ സൂം ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ താഴെ കാണുന്ന ആ കളർ ആൻഡ് ഫിൽ എന്നുള്ള ആ ഒരു ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ 4ാമത്തെ ആ ഒരു സ്റ്റാർ ഓപ്ഷൻ ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് മീഡിയ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഒരു ഗ്രേഡിയൻ കളർ ഞാൻ അതിലിപ്പോൾ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഫോണ്ടിൽ ആ ഒരു കളർ വരും. നിങ്ങൾക്ക് ഇതേപോലെ ഏത് ടൈപ്പ് യൂസ് ചെയ്യുക. പിൻട്രസ്റ്റ് പോയിട്ട് ഗ്രേഡിയൻ കളർന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എക്സ്പോർട്ട് പോയിട്ട് നിങ്ങളത് PNG ആയിട്ട് തന്നെ നിങ്ങൾ സേവ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് നിങ്ങൾ ബാക്ക് ഇറങ്ങിയിട്ട് വീണ്ടും പിക്സൽ ലാബ് കയറുക. എന്നിട്ട് ഇപ്പം നമ്മൾ അലൈറ്റ് മോഷനിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പിക്ചർ ഇതിലോട്ടൊന്ന് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ ആ ഒരു എന്നുള്ള ഭാഗം വെച്ചൊന്ന് ക്രോപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ 2 സെക്ഷനായിട്ടാണ് ഞാൻ ഇതിൽ ആഡ് ആക്കുന്നുള്ളത്. എന്നിട്ട് ഒന്ന് സൂം ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് 3D ഷേപ്പിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഡെപ്ത്ത് 1 നിങ്ങൾ ആ ഒരു ഫോണ്ടിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഷാഡോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് എനേബിൾ ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒടിച്ചു കൊടുക്കുക. അതിൻ്റെ ഷാഡോയും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു താഴോട്ട് ഇങ്ങനെ ഒരു ഷാഡോ നിൽക്കുന്ന പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എംബോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഈ ഒരു ലുക്കിൽ നമുക്ക് ആ ഒരു ഫോണ്ട് കിട്ടും. അപ്പോൾ ആ ഒരു ഷാഡോയും നിങ്ങൾ ആ ഒരു 3D ഷേപ്പും കറക്റ്റ് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു എംബോസിൽ നമുക്ക് ഇതേ ഒരു ലുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറേ ഡയലോഗ് ഉണ്ടല്ലോ, അടിച്ച് കയറി വാന്ന്, അങ്ങനത്തെ കുറേ ഡയലോഗ് വയ്ക്കാം. അല്ലെങ്കിൽ ഈ മൂവീസിലുള്ള കുറേ ഡയലോഗ് അങ്ങനെയൊക്കെ ആഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ ഒന്നും കൂടെ കളറാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് കാണും വരെ ബൈ ബൈ.